പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യപേപ്പറായിരുന്നു വന്നത്. അതിൽ ഓരോ ചോദ്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം പ്രവർത്തനം എന്നുള്ളത് ഇഖ്റഉൽ ഫിഖറ വാജിബ് അനിൽ അസ്സീല, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അസമ സെയ്ദുൻ അല റിഹ്ലത്തി ഇലാ ദുബൈ ഫിൽ ഉത്ലത്തി സൈഫിയ, സെയ്ദ് ദുബൈയിലേക്ക് പോയി. ഏത് ഉത്ലത്തി സൈഫിയ, വെക്കേഷൻ, സമ്മർ വെക്കേഷന്. തമ്മത്ത് തജ്ഹീസാത്ത് വ ഖറജ മഅൽ ഉസ്ര, എല്ലാം തയ്യാറെടുപ്പുകളും പൂർത്തിയായി കുടുംബത്തോടൊപ്പം ഇലൽ മത്താർ സ്വബാഹൻ, രാവിലെ എയർപോർട്ടിലേക്ക് പോയി. റക്കിബു വ ത്വായിറ, അവർ ഫ്ലൈറ്റിൽ കയറി. വ ജലസ സയ്യിദുൻ ബി ജാനിബിൻ നാഫിദ, വിൻഡോയുടെ അടുത്തിരുന്നു. മുതഅജ്ജിബൻ, അത്ഭുതത്തോടെ. വഖാല, എന്നിട്ട് പറഞ്ഞു മാ അജ്മലൽ മനാദർ, ഹൈ എന്ത് മനോഹരമായ കാഴ്ച. ഒന്നാമത്തെ ചോദ്യം മുത്തറാദിഫ് കലിമത്തു സഫർ, സഫർ എന്ന വാക്കിന്റെ മുത്തറാദിഫ് സമാന പദം യാത്ര എന്ന് പറയാൻ അല്ല എവിടെയുണ്ട്? അർരിഹല, കേട്ടോ. അടുത്തത് മാലി കലിമത്ത് യഖ്റുജു എന്നതിൻ്റെ മാലിയായ വാക്ക് ഖറജ, അല്ലേ. പിന്നെ ജംഉ കലിമത്ത് മല്ലർ, മല്ലർ എന്നതിൻ്റെ ജം എന്താണ്? മനാലിർ. പാരഗ്രാഫിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. മുഫ്രദ് കലിമത്തു നവാഫിദ്, നവാഫിദ് എന്ന് പറഞ്ഞാൽ ജനൽ, ജനലിൻ്റെ ജനലുകൾ, അതിൻ്റെ മുഫ്രദായ വാക്ക് ഏതാ? നാഫിദത്ത്. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ പ്രവർത്തനത്തിൽ അഖ്റഉൽ ജുമല വ കമ്മിൽഹ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ പൂർത്തീകരിക്കാൻ എങ്ങനെയാണ്? അദ്ദാരിസ് മിൻ ഫദ്ലിക ഉരീദുൽ മിർസം, വിദ്യാർത്ഥി പറഞ്ഞു പ്ലീസ് എനിക്കൊരു സ്കെയിൽ വേണമെന്ന്. അപ്പോൾ സ്വദീഖ് പറഞ്ഞു അൽ മിർസം തഫദല, എന്നാ സ്കെയിലു എന്ന് പറഞ്ഞു, അല്ലേ. അപ്പം മിൻ ഫദ്ലിക തഫദല. അതുപോലെ മുഷ്തരി, മുഷ്തരി പറയണത് ഡാഷ് അഅ്തീനി അൽ ഫാത്തൂറ, മിൻ ഫദ്ലിക അഅ്തീനി അൽ ഫാത്തൂറ, ബില്ലിതാ പ്ലീസ്, അൽ ഫാത്തൂർ എന്നാ ബില്ല്. അപ്പം തഫല്ലൽ ഇവിടെ വരണം. ഓക്കെ. ഔ അല്ലെങ്കിൽ കമ്മലിൽ ഖാനാത്ത്, ഈ ഇത് പൂരിപ്പിക്കാനാണ്. എങ്ങനെ വരിക? മക്തബത്തുൻ മക്തബാത്ത്, കുല്ലിയാത്താണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അതിൻ്റെ മുഫ്രദ് കുല്ലിയത്തുൻ. ഉൽബാത്ത് ആണുള്ളത്, അപ്പോൾ ഉൽബത്തുൻ. ലായിഹത്ത് എന്നുള്ളത് ലായിഹാത്ത്. എങ്ങനെ എഴുതണം? ഇതുപോലെ എഴുതണം, കണ്ടോ? ലായിഹാത്ത്, ഉൽബത്ത്, കുല്ലിയത്ത്. അടുത്ത പ്രവർത്തനം ഇഖ്തറിൽ കലിമാത്ത് സഹിഹ മിനൽ ഹിലാലൈൻ, ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. ആദത്തിൽ ഖനാത്തു മിനൽ റിഹ്ല, ആദത്തിൽ ഫതാത്തു, ലേഡി മടങ്ങി യാത്രയിൽ നിന്ന്. മസ്റൂറൻ, മസ്റൂറത്തൻ, മസ്റൂറത്തുൻ, അല്ലെ, ഹാലാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ ഫതാത്താണുള്ളത്, അതുകൊണ്ട് മസ്റൂറത്തൻ, ഫതഹ് തൻവീനുള്ള മസ്റൂറൻ ശരിയാവില്ല, മസ്റൂറത്തൻ, ഗേളിൻ്റെ തന്നെ എഴുതണം. സല്ലർ റജുലു, ഒരു മനുഷ്യൻ നിസ്കരിച്ചു. ഖാഷിഅൻ, ഖാഷിഉൻ, ഖാഷിഅൻ, ഭക്തിയോടെ. ഖാഷിഅൻ ആണ് ശരി. അടുത്തത് ലാഹിൽ സൂറ വഅദ് തഅലീഖൻ ലഹ, അവിടെ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു എന്ത് കൊടുക്കുക? ക്യാപ്ഷൻ കൊടുക്കണം. എന്താണ്? അൽമാ ഖളിയത്തുൽ ആലം, ഖില്ലത്തുൽ മാ ഖളിയത്തുൽ ആലം, അങ്ങനെ സിമ്പിൾ എന്തെങ്കിലുമൊക്കെ ക്യാപ്ഷൻ കൊടുക്കുക. വെള്ളത്തിൻ്റെ കുറവ് ലോകത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സിമ്പിൾ നമുക്ക് നോക്കാം. മതാ തർഹമസ് സമാ ഉബിന, എപ്പോഴാണ് ആ വെള്ളം, ആകാശം ഞങ്ങളോട് കരുണ ചൊരിയുക. മതാ യൻസിലുൽ മത്തർ, എപ്പോൾ വെള്ളം വരും. അങ്ങനെ ഓക്കെ, അങ്ങനെ കൊടുക്കാം. അടുത്തതോ ലാഹിൽ സൂറ വഅദ് ജുംലത്തൈൻ അൻ ജമാലി ത്വബിയ, അവിടെയുള്ള ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഭംഗിയെക്കുറിച്ച് എന്ത് ചെയ്യണം? 2 വാചകങ്ങൾ തയ്യാറാക്കുക. ഈ മലയുടെ എന്ത് കൊടുക്കാം? മൻളുറുൽ ജബലി, മൻളുറുൽ ജിബാലി റായ, ഈ മലയുടെ കാഴ്ചകൾ എന്താണ്? മനോഹരമാണ്. അങ്ങനെയൊക്കെ വെക്കാം. ഇവിടെ എന്താണ്? ത്വബിയത്തു ജസാബത്തും ബിൽ ജിബാലി വൽ അഷ്യാർ, പ്രകൃതി മനോഹരമാണ് ജബൽ കൊണ്ടും മരങ്ങൾ കൊണ്ടും. മാ അജ്മല മൻളറു നഹർ, എന്താണ്? നെഹ്റിൻ്റെ കാഴ്ച എത്ര ഭംഗിയാണ്. ഖുർബൽ ബൈദ്, വീട്ടിൻ്റെ അടുത്തുള്ള നദിയുടെ കാഴ്ച എത്ര ഭംഗിയാണ്. അങ്ങനെയും കൊടുക്കാം. ഇനി അടുത്ത പ്രവർത്തനം അജിബ് അൻ സിത്തത്തെ അസ്സീല, താഴെയുള്ളതിൽ 6 ഉത്തരം എഴുതുക. അഇദ്ദ മുൽസഖം ബി മുനാസബത്തി യൗമിൽ മുദർരിസീൻ, ടീച്ചേഴ്സ് ഡേ ആയിട്ട് അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക, അല്ലേ. ടീച്ചേഴ്സ് ഡേ എന്നാണ്? സെപ്റ്റംബർ 5, യൗമുൽ മുദർരിസീൻ. അൽ മുദർരിസൂന ഹുമുൽ മഷാഇൽ ഫി ഹയാത്തിന, എന്താണ്? അധ്യാപകരാണ് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം എന്ന രീതിയിൽ ഒരു സെന്റൻസ് കൊടുക്കാം. ഇത് മനോഹരമാക്കാം കേട്ടോ. അടുത്തത്
ഉക്തുബ് സലാസ് ജുമലൻ അൻ അഹമിയത്തുൽ ലുഗൽ അറബി, അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് 3 സെന്റൻസ് എഴുതുക. അതെങ്ങനെ കൊടുക്കാം? അൽ ലുഗത്തുൽ അറബിയ ബിന്തു അദ്നാൻ, അൽ ലുഗൽ അറബിയ ലുഗത്തുല്ലാത്ത്, അൽ യൗമുൽ ആലമി ലിൽ ലുഗൽ അറബിയ ഫി ഡിസംബർ സാമിനാഷർ, ഡിസംബർ 18-നാണ്. അൽ ലുഗൽ അറബിയ ഹിയ ലുഗത്തുല്ലാത്ത്, അൽ ലുഗൽ അറബിയ ഹിയ ലുഗത്തുൽ ഖുർആൻ. അങ്ങനെയൊക്കെ സിമ്പിൾ സെന്റൻസ് എഴുതിയാൽ മതിയാവും കേട്ടോ. അടുത്തത് ഹാഷിം വ ജോർജ് സദീഖാൻ, ഹാഷിമും ജോർജും കൂട്ടുകാരാണ്. ഫിൽ ഉത്ലത്തി, വെക്കേഷനിൽ, സാഫർ ഹാഷിം ഇല ഹൈദരാബാദ് മഅ ഉസ്റതിഹി, ഹാഷിം എന്താണ് പോയി, ഹൈദരാബാദ് കുടുംബത്തോടൊപ്പം പോയി. തദക്കറ ഹാഷിം സ്വദീഖഹു, കൂട്ടുകാരനെ ഓർത്തു. വത്തസല ബിഹി അദറ, വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്തു. കമ്മിൽ ദർദഷ, അവർ തമ്മിലുള്ള ചാറ്റിംഗ് എഴുതാൻ. ഹായ് സബാഹൽ ഖൈർ, എന്തുവരും? സബാഹൻ നൂർ. ഐന അൻത, ജോർജ് ആണ് അല്ലേ? ജോർജ് നീ എവിടെയാന്ന് ചോദിക്കണം. അപ്പൊ എന്ത് പറയും? അനഫിൽ ബൈത്ത് നയിക്കും അല്ലേ? ഐന അൻത, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അനഫിൽ ബൈത്ത്. ഇവിടെ ജോർജ് അല്ല, ആരാണ് പോയത്? ഹാഷിമാണ് പോയത്. അപ്പൊ ജോർജ് വീട്ടിലാണ്. അപ്പൊ ജോർജ് പറയണ അനഫിൽ ബൈത്ത്, ഞാൻ വീട്ടിലാണ്. വൻത, നീയോ? അപ്പോൾ ഹാഷിം പറയും അനഫി ഹൈദരാബാദ്. കൈഫ ഹൈദരാബാദ്, എങ്ങനെയുണ്ട് ഹൈദരാബാദ്? ഹൈദരാബാദ് മനോഹരമാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തോ ചോദിച്ചു. വസൽത്തു സബാഹംസ്, ഇന്നലെ രാവിലെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എപ്പോഴാണ് വന്നത്? മത്താ വസൽത്ത. അയിന തസ്കു, നീ എവിടെ ചായക്കുന്നത്? അപ്പോൾ ബിഖുർബി ചാർമിനാർ, ഖരീബൻ ബിഖുർബി ചാർമിനാർ. അതിന് മോഡൽ നോക്കാം. സബാഹൽ ഖൈർ, സബാഹിന അനഫി ഹൈദരാബാദ് എന്നല്ല, ഇവിടെ അനഫി ബൈത്ത് എന്നാണ് കേട്ടോ. കൈഫ ഹൈദരാബാദ്, മാഷാ അല്ലാ ബലദുൻ ജമീൽ. വസൽത്തു സബാഹംസ്, അയിന തസ്കുൻ ഫി ഫുന്ദുഖ്, ഒരു ഹോട്ടലിലാണ് ചാർമിനാറിൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ എഴുതാം. അപ്പം ഇതിലൊരു തെറ്റുണ്ട് കേട്ടോ. ഇവിടെ അനഫി ബൈത്ത് എന്ന് വരണം കേട്ടോ. ഞാൻ വീട്ടിലാണെന്ന് ജോർജ് പറയണം, എന്നാലാണ് പിന്നെ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അനഫി ഹൈദരാബാദ്, ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ. അടുത്തത് ഇഖ്തറിൽ മിനൽ ഫഖറ സിത്ത കലിമാത്തിൻ തതഅല്ലഖു ബിൽ മത്താർ, മത്താറുമായി ബന്ധപ്പെട്ട 6 വാചകങ്ങൾ എഴുതാൻ. വസല അല്ല 6 വാക്കുകൾ എഴുതിയാൽ മതി. വസല തോമസ് ഇല മത്താർ, കൊച്ചിയിലേക്ക് തോമസ് വന്നു. അദ്ദുവലി, ഇന്റർനാഷണൽ എയർപോർട്ട്. വലദേഹി ജവാദ് സഫർ, അയാളുടെ അടുക്കൽ പാസ്പോർട്ട് ഉണ്ട്. വത്തദിക്കറ, ടിക്കറ്റ് ഉണ്ട്. ബഅദൽ ഇജ്റാഅത്ത്, നടപടികൾക്ക് ശേഷം. ജലസഫി സാലത്തുൽ ഇന്തിളാർ, എവിടെയിരുന്നു? വെയിറ്റിംഗ് റൂമിലിരുന്നു. ഇന്ദ വക്തി റിഹ്ല, യാത്ര തുടങ്ങുമ്പോൾ. ജാ മുവല്ലിഫുൽ മത്താർ, എയർപോർട്ട് ഉദ്യോഗസ്ഥൻ വന്നു. വത്വലവ് മിൻഹു ബിതാഖത്ത സുഊദ്, ബോർഡിംഗ് പാസ് ചോദിച്ചു. സുമ തവജ്ജഹ തോമസ് ഇല ത്വായിറ, പിന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി. വറഹബത്തുഹു മുലീഫത്തു തയ്യാറാൻ, അവിടെ അയാളെ എയർ ഹോസ്റ്റസ് സ്വാഗതം ചെയ്തു. വ ജലസ അല മഖയദി, സീറ്റിലിരുന്നു. അപ്പോൾ ഇതിൽ കുറേ വാക്കുകളുണ്ട്, 6 എഴുതിയാൽ മതി. ഇപ്പോൾ ഇതിൽ മത്താർ ഒരു വാക്കാണ്, ജവാസ് സഫർ ഒരു വാക്കാണ്, പിന്നെ എന്താണ് മുവല്ലഫുൽ മത്താർ ഒരു വാക്കാണ്, ബിതാഖത്ത് സുഊദ് ഒരു വാക്കാണ്, പിന്നെ അത്വായിറ ഒരു വാക്കാണ്, മുലീഫത്തു തയ്യാറാൻ വേറൊരു വാക്കാണ്. അത്രയും 6 വാക്കുകൾ എഴുതാവുന്നതുള്ളൂ കേട്ടോ. സിമ്പിളാണ്. അതിൽ നോക്കാം, ഇവിടെ ഇത്രയും വാക്കുകളുണ്ട്. ഓക്കെ. സ്വാലത്തുൽ ഇന്തിളാറൊക്കെ പെടും. ഇനി കമ്മലുൽ ഖാന, ഇത് പൂരിപ്പിക്കാൻ. അഖറൗ കിതാബി, തഖറൗ കിതാബക, നഖറൗ കിതാബന. അപ്പോൾ ഇവിടെ എന്ത് വരും? ഉഹിബ്ബു ലുഗതി, തുഹിബ്ബു ലുഗതക, നുഹിബ്ബു ലുഗതന എന്നാണ് വരിക. ഇവിടെയോ അദ്ഹബു ഇലാ ബൈത്തി, തദ്ഹബു ഇലാ ബൈത്തിക, നദ്ഹബു ഇലാ ബൈത്തിന. ഇവിടെയോ അക്തുബു ദർസി, തക്തുബു ദർസക, നക്തുബു ദർസന. സിമ്പിളാണ്, നമ്മളിത് പഠിച്ചതാണ്. അത് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? തുഹിബ്ബു ലുഗതക, നുഹിബ്ബു ലുഗതന, അദ്ഹബു ഇലാ ബൈത്തി, നദ്ഹബു ഇലാ ബൈത്തിന, അക്തുബു ദർസി, തക്തുബു ദർസക് കേട്ടോ. 12 ഇഖ്റഉൽ ഫഖറ വഅക്മിലുൽ ബയാനാത്ത് ഷഖ്സിയ്യ, പാരഗ്രാഫ് വായിച്ച് ബയാനാത്ത് ഷഖ്സിയ്യ തയ്യാറാക്കാൻ. സുന്ദർ രാജൻ പിച്ചൈ ആരാണ്? ഹുവ മഷ്ഹൂർ ബി മെഹ്നത്തിൻ കൽ മുദീറു തൻഫീദി ലി ശരിക്കത്തി ഗൂഗിളിന്റെ CEO ആണ് അല്ലേ സുന്ദർ പിച്ചൈ. ഉലിദ ഫി അഷ്ർ യൂനിയോ സനത്ത് 1972 ജനിച്ചു. ഫി വിലായത്ത് തമിഴ്നാട്ടിൽ, ഹിന്ദിയിൽ. വാലിദുഹു രഘുനാഥ് പിച്ചൈയാണ്
അച്ഛൻ. വകാന മുഹന്ദിസ് കഹ്റുബ, അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. വാലിദത്തുഹു ലക്ഷ്മി പിച്ചൈ, ലക്ഷ്മി പിച്ചൈ കാനത്ത് മുവല്ലഫത്തൻ, അവർ ഉദ്യോഗസ്ഥയായിരുന്നു. ദറസ സുന്ദർ ഹന്തസ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലാണ് അദ്ദേഹം എന്ത് പഠിച്ചത്, എഞ്ചിനീയറിംഗ് പഠിച്ചത്. സുമ്മ ഹസല അലൽ മാജിസ്റ്റർ മിൻ അമേരിക്ക, അമേരിക്കയിൽ നിന്ന് PG കരസ്ഥമാക്കി. മിൻ അബ്റസ് ഇൻജാസാത്തിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണ്, തത്വീർ വ ഖിയാദത്തു ഷെരിക്കത്ത് ഗൂഗിൾ, ഗൂഗിളിനെ പുതിയ നിലയിലേക്ക് അതിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നതാണ്. ബയാനാത്ത് ഷഖ്സിയയിൽ ഇസ്മുൽ കാമിൽ എന്ത് വരും, സുന്ദർ രാജ് പിച്ചൈ. ഇവിടെ എന്ത് വരും, ഇത് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ താരീഖുൽ മീലാദ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. മെക്കാനുൽ മീലാദ് എവിടെയാണ്, എവിടെ ജനിച്ചെന്ന് പറഞ്ഞല്ലോ, വിലായത്തി തമിഴ്നാട്, ഇതാണ് വരിക അല്ലേ. പിന്നെ ഇസ്മുൽ വാലിദ്, അച്ഛൻ്റെ പേര് ഏതാ വരിക, രഘുനാഥ് പിച്ചെ. പിന്നെ ലക്ഷ്മി പിച്ചെ എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്മുൽ വാലിദ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ജിൻസിയ അൽ ഹിന്ദി, ഇന്ത്യക്കാരൻ. ഒരു ജോലി എന്താണ്, CEO അല്ലേ. മുദിർ തൻഫീദി ലിഷരിക്കത്ത് ഗൂഗിൾ, ഇത്രയാണ് വരിക. കണ്ടോ, ഇത്രയാണ് അതിൽ നിങ്ങൾക്ക് എഴുതേണ്ടത്. കണ്ടില്ല മക്കളെ. ഇനി 13 റത്തിബിൽ കലിമാത്ത്, ഇത് ഓർഡറിലാക്കാനാണ്. സയ്യാറ വസലത്ത്, എത്തി. അൽ മത്താർ, എയർപോർട്ട്. ഇല, അപ്പം വസലത്ത് സയ്യാറത്തു ഇല അൽ മത്താർ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ബിൽ കുത്തിബി മലിയത്തും അൽ മക്തബാത്ത്, അപ്പം എങ്ങനെ വരും, അൽ മക്തബാത്തു മലിയത്തുൻ ബിൽ കുത്തുഫ്, അതാണ് ഓർഡർ. അടുത്തത് സിയാറത്ത്, വിസിറ്റ്. മാജിദ് അറാദ, ഉദ്ദേശിച്ചു. ഖത്തർ, അപ്പൊ അറാദ മാജിദ് സിയാറത്ത ഖത്തർ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഖ്റൽ അബിയാദ് വാജിബ് അനിൽ അസ്ഇലത്തിൽ, ഈ ബൈത്തുകൾ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഹിയ മീറാസി മിൻ അജ്ദാദി ലുഗതി ലുഗത്തുല്ലാത്ത്, എൻ്റെ പൂർവികരുടെ മീറാസ്, അനന്തര സ്വത്താണ് ഇത് അല്ലേ, ഈ ഭാഷ. ലുഗത്തുൽ ഫുസ്ഹ ദൗമൻ തബ്ഖ, നല്ല ഫുസ്ഹയായ ഭാഷയാണ്. കെൻസൻ ലിൽ അഹ്ഫാത്ത്, ഭാവിയിൽ അതൊരു ട്രഷറാണ്. അഹ്ഫാത്ത് അതിൻ്റെ പേരമക്കൾക്ക്. മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യ എന്നാണ്. ഒന്നാമത്തെ അയ്യു ലുഗത്തുൻ തബ്ഖ ദായിമൻ, ഏത് ഭാഷയാണ് എന്നെന്നും നിലനിൽക്കുന്നത് അല്ലേ, ലുഗത്തുൽ അറബിയ, അൽ ലുഗൽ അറബിയ എന്നാണ് കേട്ടോ. ഇസ്മുൻ ആഖിർ ലുഗത്തുൽ അറബി, അറബി ഭാഷയുടെ വേറൊരു പേരെന്താണ്, ലുഗത്തുല്ലാത്ത്. പിന്നെ ഇഖ്ത ജംഉ കലിമത്ത് ജദ്ദിൻ്റെ ജം എന്താണ്, അജ്ദാദ്. ഓക്കെ. ഇനി 14-ൽ 14 മുതൽ 16 വരെയുള്ളതിന് 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അതിൽ 14 A or B ഉണ്ട്. എങ്ങനെ വരിക, ഇഖ്റ മഅലൂമാത്ത് റിഹ്ലത്തില്ലാത്തി വഅബ്ബിക് ബിതാഖത്ത് സൗദ്സ്, ഇവിടെ യാത്രാ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ്. സയ്യിദ് രാജു ഹുവ അഹദു റുക്കാബിർ റിഹ്ല, എന്താണ്, യാത്രക്കാരിലെ ഒരാളാണ് സയ്യിദ് രാജു. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇത്രയാണ്. ഏത് ദിവസമാണ്, 2025 എന്താണ്, സെപ്റ്റംബർ 12. മൗഇദുൽ മുഗാദറ, എപ്പോഴാണ് അദ്ദേഹം പോകുന്നത്, 4:15 വൈകിട്ട്. അദ്ദേഹത്തിൻ്റെ ഗേറ്റ് പാസ് ഏതാണ്, എന്താണ് ബോർഡിംഗ് പാസിലെ ഗേറ്റ് ഏതാണ്, M8. ഏത് സമയത്ത്, 3:45 വൈകിട്ട്. ജലസ രാജു ഫിൽ മഖാത്ത് F4 അദ്ദേഹം ഇരുതു. മിന ദറജ സിയാഹി, എക്കണോമിക്സ് അല്ലേ ക്ലാസ്. കാനത്ത് റിഹലത്തുഹു മുരിഹ, അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ മുരിഹ, കംഫർട്ടായിരുന്നു. അപ്പോൾ ഇസ്മുൽ മുസാഫിർ എന്താണ്, രാജു അല്ലേ. ഫതഹുൽ ബവാബ ഏത് സമയമാണ്, ഈ സമയം കൊടുക്കണം കേട്ടോ. മുഗാദറ അത് സമയം ഏതാണ്, ഈ സമയം കൊടുക്കണം, സമയം കേട്ടോ. ബവാബ ഗേറ്റ് നമ്പർ M8. പിന്നെ ഡേറ്റ് ഏതാണ്, ഇതാണ് ഡേറ്റ് കേട്ടോ. പിന്നെ മക്കത് സീറ്റ് നമ്പർ F4. പിന്നെ ദർജ, ദർജത്തു സിയാഹിയ. റിഹില ഏതാണ്, റിഹില നമ്പർ റഖം, റൈറ്റ് നമ്പർ കേട്ടോ. എത്രയാണ് അതിൽ കൊടുക്കേണ്ടത്, അല്ല മക്കളേതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ. ഇനി 14 ലാഹിദുൽ മുൽസഖ് വാജിബുൽ അസ്ഇല, ഇവിടെ ഈ മുൽസഖ് നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഹാഫിദ് അലൽ ബി, പ്രകൃതിയെ സംരക്ഷിക്കുക. നദുവത്ത് ബി മുനാസബത്ത് യൗമിൽ, പരിസ്ഥിതിയോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്. കാഴത്തുൽ മദീന കാലിക്കൂത്സ്, ഇതാണ് കാഴത്തുൽ കോഴിക്കോട് സിറ്റിയിലെ ഒരു ഏതാണ് ഹാള്.
അസാഅത്തുൽ ആഷിറ സബാഹൻ രാവിലെയാണ്, ജൂൺ 5, 2025. ലൈഫ് ഷർഫ്, അവിടെയുള്ള ലൈഫ് ഷർഫ് ആരാണ്? മുഖ്യാതിഥി സയ്യിദ് അഹമ്മദ് മുൻതിറാണ്. നാഷിത്തും BE, അദ്ദേഹം ആരാണ്? ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. മർഹബമിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മൻഹുവ ലൈഫ് ഷർഫ്, ആരാണ് ഇവിടെ ലൈഫ് ഷർഫ്? അഹമ്മദ് മുൻതിർ അല്ലേ? സയ്യിദ് അഹമ്മദ് മുൻതിർ. മാഹിയ റിസാലത്തുൽ മുൽസഖീഫ്, ഇതിൻ്റെ എന്താണ് മെസ്സേജ് എന്താണ്? ഹാഫിൽ അൽ ബിഅ. മാഹുവ താരീഖുൽ ബർനാമജ്, എപ്പോഴാണ് പരിപാടി? ജൂൺ 5 അല്ലേ, 2025. എവിടെയാണ് പരിപാടി നടന്നത്? കായത്തുൽ മദീന, കാലിക്കറ്റ്സ്. സിമ്പിൾ, പത്രയിൽ തന്നെ നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഇനി 15, കായത്ത് ഇക്ര സീറത്ത് ദാത്തിയ വൻഷ്യ മിൻഹ അർബ അസ്ഇല. ഈ സീറ ദാത്തിയെ വായിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. ഹാഫിദ് ഇബ്രാഹിം ഷായിറുൻ മിസ്രി മഷ്ഹൂർ. ഹാഫിദ് ഇബ്രാഹിം ഒരു മിസ്റിലെ കവിയാണ്. ഉലിദ ആമ അൽഫിൻ വ സമാനിമിയത്തിൻ വ ഇസ്നൈൻ വ സബഈൻ, 1872 ജനിച്ചു. യുലഖൗ ബി ഷായർ നീൽ, അദ്ദേഹം ഷായർ നീൽ എന്നറിയപ്പെടുന്നു. കാന ലാബിത്തൻ ഫിൽ ജയ്ഷ്, അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. സുമ്മ ഹമില ഫി സിഹാഫിദി വല്ലാത്ത, പിന്നെ അദ്ദേഹം പത്രപ്രവർത്തനവും സാഹിത്യവുമായി വർക്ക് ചെയ്തു. കതബ ഖസായിദ വതനിയ വൈജ്തിമായ, സോഷ്യൽ നാഷണൽ പദ്യങ്ങൾ അദ്ദേഹം എഴുതി. വഷ്തഹറ ബി ഖസീദത്തിഹി അനിൽ ലുഗൽ അറബി, അറബി ഭാഷയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം പ്രസിദ്ധനായി. 1932 മരിച്ചു. അപ്പോൾ ചോദ്യങ്ങൾ വരാം. മൻ ഹാഫിൽ ഇബ്രാഹിം അല്ലേ, പിന്നെ ഐന ഉലിദ ഹാഫിൽ ഇബ്രാഹിം, മത്താ ഉലിദ ഹാഫിൽ ഇബ്രാഹിം, മാ ലഖബു ഹാഫിൽ ഇബ്രാഹിം. കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ. പിന്നെ ഐന അമില ഹാഫിൽ ഇബ്രാഹിം, എവിടെയാണ് വർക്ക് ചെയ്തത്? മാതാ കതബ ഹാഫിൽ ഇബ്രാഹിം, അദ്ദേഹമാണ് എഴുതിയത്. കൈഫ ഇഷ്തഹറ ഹാഫിൽ ഇബ്രാഹിം, എങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനായത്? മത്താ തൂഫി, എപ്പോഴാണ് മരിച്ചത്? അങ്ങനെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാക്കാം. ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇത്രയും ചോദ്യങ്ങൾ ഉണ്ട്. ഇനി 16-ാമത്തെ ഉക്തുബുൽ ഖിസ്സത്ത് ദാത്തിയ നെഹ്റു ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ച് അതിൻ്റെ എന്താണ്, അതിൻ്റെ ആത്മകഥ എഴുതാനാണ്. അഖദമു അൻഹാറിൻ ഫി കേരള, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നദി. നെഹ്റു നിള നദി. നെഹ്റു നഖി, ഒരു നഖി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നദി. മുഫീദുൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന. സിർത്തു മുലവസൻ, ഞാനിപ്പോൾ ആരായി? മലിനമായി. ഹിമായത്തി, എൻ്റെ സംരക്ഷണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അന നെഹ്റു ഭാരത, ഞാൻ ഭാരതപ്പുഴയാണ്. ബാക്കി എന്ത് എഴുതാം? അന അഖദമു അൻഹാറിൻ ഫി കേരള, ഞാൻ ഏറ്റവും എന്താണ് പഴയ. സമ്മാനി നെഹ്റു നിള, എന്നെ ജനങ്ങൾ നെഹ്റു നിള എന്ന് വിളിക്കാറുണ്ട്. അന നെഹ്റു നഖി, ഞാനൊരു തെളിഞ്ഞ നദിയാണ്. വ അന മുഫീദുൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. വലാക്കിൻ അന സിർത്തു മുലവ്വസൻ, എന്താണ്, പക്ഷെ ഇപ്പോൾ ഞാൻ മുലവ്വസായി. ഹിമായത്തി മസ്ഊലിയത്തുക്കും, എൻ്റെ സംരക്ഷണം നിങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ സിമ്പിളായി ഞാൻ പറഞ്ഞ പോലെ എഴുതാം. അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാം? ഞാൻ നെഹ്റു ഭാരത, അഖദമു അൻഹാറി കേരള, കുൻതു നഖയ്യൻ സാഫിയൻ, അർവിൽ അർള വ ഉഫീദുന്നാസ്, ലാക്കിൻ മഅ മുറൂർ സമൻ സിർത്തു മുലവ്വസൻ ആണ് കേട്ടോ. ബിബൈ സലവി തലവുസ്. അന ഉറഫ് ബിനഹരി നില, അന മസ്ദറു ഖൈർ ലിന്നാസ് ബിശ്ശുർബി വസ്സിറാ വസ്സൈദ്, അർജു മിൻകും ഹിമായത്തി ലിയബ്ഖാ നഹ്റൻ നഖിയൻ യൻഫഉൽ അജിയാൽ അൽ ഖാദിമ. ഇങ്ങനെയും എഴുതാം. ഓക്കെ, എത്രയാണ് ഇതിൻ്റെ ആൻസർ കീ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.